ഇനി ഈ ചാറ്റ് ജി പി ടിയും ജെമിനിയും ക്ലൗഡും ഒക്കെ വെച്ചിട്ട് എങ്ങനെ നമുക്ക് അക്കാഡമിക് ലെവലിൽ ലെറ്റ്സ് ഇമാജിൻ ആസ് എ ടീച്ചർ നമ്മുടെ കൂടെ നമുക്ക് ലെസൺ പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് തരാനും ഒരു പ്രസൻറ്റേഷൻ നിമിഷ നേരം കൊണ്ട് ക്രിയേറ്റ് ചെയ്ത് തരാനും അല്ലെങ്കിൽ നമുക്ക് എഡ്യൂക്കേഷൻ കണ്ടൻറ്റ് വളരെ ക്വാളിറ്റിയോടെ പ്രിപ്പയർ ചെയ്ത് തരാനും ഒരു AI അസിസ്റ്റൻറ്റ് അല്ലേ, അല്ലെങ്കിൽ ഒരു അസിസ്റ്റൻറ്റ് നമ്മുടെ കൂടെ 24/7 ഉണ്ടെങ്കിൽ എന്ത് നന്നായിരിക്കും അല്ലേ. നമുക്കറിയാം ടീച്ചേഴ്സ് സാധാരണ ടീച്ചിങ് ജോബിനൊപ്പം റിപ്പീറ്റേറ്റീവ് ടാസ്ക് അല്ല ഒരുപാട് ടൈം അവർ സ്പെൻഡ് ചെയ്യുന്നതാണ്. ചെയ്യുന്ന ജോലി വീണ്ടും വീണ്ടും ചെയ്യുകയും അതായത് കുട്ടികളെ ഫോക്കസ് ചെയ്യാൻ നമുക്ക് കഴിയാതെ വരുന്നതുമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ജോലികൾ ഓട്ടോമേറ്റ് ചെയ്ത് വേണ്ട പെർഫെക്റ്റ് ടൂളുകൾ കണ്ടുപിടിച്ച് അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പഠിച്ചാൽ എന്ത് നന്നായിരിക്കും അല്ലേ. അപ്പോൾ ഈ സീരീസിൽ നമ്മൾ കുറച്ച് ടൂളുകൾ പരിചയപ്പെടുന്നു. ആ ടൂളുകൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നും നമ്മൾ സിമ്പിളായിട്ട് പരിചയപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഈ സീരീസിൽ പരിചയപ്പെടാൻ പോകുന്ന ടൂളുകൾ ലെസൺ പ്ലാൻ ഉണ്ടാക്കുന്ന ടൂളുകൾ, അതുപോലെ കുറേ എഡ്ടെക് ടൂൾസുകളുണ്ട്, അത് നമ്മൾ നോക്കും. പിന്നെ കണ്ടൻറ്റ് പെർഫെക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ടൂളുകൾ, അസസ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ടൂളുകൾ, സ്റ്റുഡൻറ്റ് എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ടൂളുകൾ, പിന്നെ കുറേ ക്രിയേറ്റീവ് ടൂളുകളും നമുക്കിത് നോക്കാം. അപ്പോൾ ലെസൺ പ്ലാനും എഡ്ടെക് ടൂൾസും നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അപ്പോൾ മാജിക് സ്കൂൾ AI ഇത് കൂടുതൽ പേരും കേട്ടിട്ടുള്ളതാവും. പക്ഷേ ഇത് സ്പെഷ്യലി ഡിസൈൻഡ് ഫോർ ടീച്ചേഴ്സിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത ഒരു ടൂളാണ്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ എല്ലാവരും ലെസൺ പ്ലാൻ എന്ന് പറഞ്ഞാലും ലെസൺ പ്ലാൻസ് മാത്രമല്ല ഇങ്ങനത്തെ ടൂളുകൾ ക്രിയേറ്റ് ചെയ്യാവുന്ന. നമുക്ക് ടീച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാനുവലായിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും സ്കിപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതുപോലത്തെ ടൂൾ വെച്ച് നമുക്ക് എല്ലാ പോസിബിലിറ്റീസും എഡ്യൂക്കേഷനും നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അപ്പോൾ ലെസൺ പ്ലാന്, IEP ഗോൾസ്, റൂബ്രിക്സ്, പേരൻറ്റ് കമ്മ്യൂണിക്കേഷൻ്റെ ഡ്രാഫ്റ്റുകളൊക്കെ ചെയ്യാൻ ഈ ടൂൾസ് വളരെ നന്നായിരിക്കും. ഈ ടൂളിൽ നമുക്കൊന്ന് ഓടിച്ച് നോക്കാവുന്നതാണ്. പിന്നെ ഇത് എഡ്യൂക്കേറ്റേഴ്സിന് ആക്ച്വലി മാത്രമല്ല, നമുക്ക് സ്റ്റുഡൻസിനും ഇതെന്ത് ചെയ്യാം, യൂസ് ചെയ്യാവുന്ന ടൂളാണ് അല്ലേ. പിന്നെ ഇത് നമ്മൾ ചാറ്റ് GPT ക്ലൗഡോ ഒക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇത് കൂടുതലും ടീച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് തരുന്നത്. നമുക്ക് എന്താണ് മാജിക് സ്കൂൾ, അതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നമുക്കൊന്ന് ടൂളിലേക്കൊന്ന് പോകാം. ഒരു ചെറിയ ഡെമോ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ മാജിക് സ്കൂൾ .ai എന്ന് ജസ്റ്റ് ഏതെങ്കിലും ഒരു ബ്രൗസറിൽ നമ്മൾ സെർച്ച് ചെയ്യുക. ഇപ്പോൾ മാജിക് സ്കൂൾ AI നമുക്ക് എല്ലാ ടൂളുകളും ലോഗിൻ ചെയ്യുന്നത് പോലെ നമുക്ക് ഗൂഗിൾ ലോഗിൻ വെച്ചോ ആപ്പിൾ ID ഒക്കെ വെച്ച് ലോഗിൻ ചെയ്യാം. അപ്പോൾ ഇത് എഡ്യൂക്കേറ്റേഴ്സിന് ഫ്രീ ആയിട്ടുള്ളൊരു ടൂളാണ്. അപ്പോൾ നമ്മൾ സൈൻ അപ്പ് ഫോർ ഫ്രീ എന്ന് കൊടുത്തു. നമ്മൾ ഇതിൻ്റെ എല്ലാം ഫ്രീ വെർഷനിൽ എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം. അപ്പോൾ നമ്മൾ ഇത് ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചിട്ടാണ് ഇങ്ങനൊരു ഡാഷ്ബോർഡിലോട്ട് ലോഞ്ച് ആയത്. അല്ലെങ്കിൽ നമുക്ക് കുറേ ചോദ്യം ചോദിക്കും, നമ്മൾ ടീച്ചറാണോ സ്റ്റുഡൻ്റ് ആണോ, പിന്നെ നമ്മുടെ ഒരു പേഴ്സോണ എന്ന് പറയും, അത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പേഴ്സോണ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നൊന്നും നമ്മൾ അറിയണ്ട. നമുക്ക് എങ്ങനെ മീൻസ് അതിലോട്ട് ലോഞ്ച് ആവാമെന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിന് ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു പേഴ്സോണ അത് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു ഡാഷ്ബോർഡിലോട്ട് ലോഞ്ച് ആവും. അപ്പോൾ ഞാനൊരു ടീച്ചർ അല്ലെ ഒരു എഡ്യൂക്കേറ്റർ എന്നുള്ളൊരു പേഴ്സോണയിലാണ് കയറിയത്. അപ്പോൾ നമുക്ക് സൈഡിൽ മാജിക് ടൂൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം. പിന്നെ ടീച്ചേഴ്സ് ടൂൾ, പിന്നെ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുന്ന നമ്മുടെ കുറേ കളക്ഷൻസും ഔട്ട്പുട്ട് ഹിസ്റ്ററിയും ഒക്കെ ഇവിടെ കാണാം. പിന്നെ റൈന എന്ന് പറയുന്ന ഒരു ചാറ്റ് ബോട്ട് അവൈലബിൾ ആണ്. അപ്പം നമുക്ക് സാധാ ചാറ്റ് ബോട്ടിലുള്ള ഇത് എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ചാറ്റ് ബോട്ടും ഇവിടെ അവൈലബിൾ ആണ്. മാജിക് സ്റ്റുഡൻ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. മാജിക് സ്റ്റുഡൻറ്റ് മീൻസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക മോഡ്യൂൾസും ഫെസിലിറ്റീസുമാണ്. അപ്പോൾ നമുക്ക് ഒരു ടൂള് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ പരിചയപ്പെടാം, ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാവാൻ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതിൽ ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിലെ എല്ലാ ടൂളും നമ്മൾ ഉപയോഗിക്കണമെന്നില്ല, ബെസ്റ്റ് ടൂൾ എടുത്ത് നമുക്ക് ഉപയോഗിക്കാനും. ഞാൻ ഈ മാജിക് സ്കൂൾ പോലത്തെ ഒരു ആപ്ലിക്കേഷനും കൂടെ അല്ലെങ്കിൽ ഒരു AI ടൂളും കൂടെ കാണിച്ചു തരാം. അപ്പോൾ നമുക്കത് കമ്പയർ ചെയ്തൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിലെ ഒരു ഓപ്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ലെസൺ പ്ലാൻ എല്ലാവരും ഫസ്റ്റ് AI ഉപയോഗിച്ച് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ലെസൺ പ്ലാൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലെസൺ പ്ലാനിൻ്റെ ഒരു ടൂള് വരും. അപ്പോൾ ലെസൺ പ്ലാൻ ഈ ടൂൾ ഉപയോഗിച്ച് എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രേഡ് ലെവൽ അല്ലേ. അപ്പം നമ്മൾ ചാറ്റ് GPT ഒക്കെ വെച്ചിട്ട്
ലെസൺ പ്ലാനും ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് അറിയാം, അതിൽ നമ്മൾ നല്ലതുപോലെ പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കണം അല്ലേ. എങ്ങനെയാണ്, ഏത് ക്ലാസ്സിലേക്ക് വേണ്ടിയാണ്, എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇവിടെ നേരെ പ്രോംപ്റ്റിന് പകരം നമുക്ക് സിമ്പിളായിട്ട് ഗ്രേഡ് ഏതാണെന്ന് സെലക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ് 5ാം ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ലെസൺ പ്ലാനാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ താഴെ ഇനി എനിക്ക് ഇതിൻ്റെ ടോപ്പിക്ക് എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ടോപ്പിക്ക് മീൻസ് ഞാനിവിടെ സിമ്പിളായിട്ട് ഗ്രാവിറ്റിയെക്കുറിച്ചാണ് എനിക്ക് വേണ്ടത്. എന്നിട്ട് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും റെഫറൻസോ മീൻസ് എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിത് ഫയലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി വെച്ചിരിക്കുന്ന ലെസൺ പ്ലാനുകൾ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അഡീഷണൽ ക്രൈറ്റീരിയ എന്ന് പറയും അല്ലേ. അഡീഷണൽ ക്രൈറ്റീരിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം. പിന്നെ അതേപോലെ നമ്മുടെ ഏത് സ്റ്റാൻഡേർഡുമായിട്ട് ഇത് അലൈൻ ചെയ്യണം എന്നൊക്കെ ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയും കൊടുക്കാം. അപ്പം ഫോർ എക്സാമ്പിൾ ഇതിൽ ജസ്റ്റ് അവർ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് എല്ലാത്തിനും മെൻഷൻ ഒരു ജസ്റ്റ് ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇനാക്റ്റീവായിട്ട്. അപ്പോൾ അതിൽ നമുക്കിവിടെ ഫോർ എക്സാമ്പിൾ നമുക്ക് CBSE സ്റ്റാൻഡേർഡ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെയും പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ നല്ലതുപോലെ, ഇപ്പം ഞാനിവിടെ ഗ്രാവിറ്റി എന്ന് മാത്രമാണ് കൊടുത്തത്. അപ്പോൾ പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് കൊടുത്താൽ വളരെ നല്ലതായിരിക്കും. നമുക്ക് ക്വിക്കായിട്ട് കാണിക്കാൻ വേണ്ടി ഞാൻ ഗ്രാവിറ്റി എന്നേ കൊടുത്തിട്ടുള്ളൂ. ജസ്റ്റ് ജനറേറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ലെസൺ പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് തരികയാണ്. അപ്പോൾ ഈ ലെസൺ പ്ലാനിൽ നമുക്ക് പറയാമായിരുന്നു ആക്ടിവിറ്റി ഇൻക്ലൂഡ് ചെയ്യുക, അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. ഇവിടെ നമ്മൾ ജസ്റ്റ് ഗ്രാവിറ്റി എന്ന് മാത്രം ക്ലാസ്സും സെലക്ട് ചെയ്ത് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ ലെസൺ പ്ലാൻ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ലേണിംഗ് ഒബ്ജക്റ്റീവ്സും ഇൻട്രൊഡക്ഷൻ ടു മെറ്റീരിയൽ, ഗൈഡൻസ്, പ്രാക്ടീസ്, അങ്ങനെ അതിൻ്റെ ഹോംവർക്ക് ഉണ്ടെങ്കിൽ അതേപോലെ സ്റ്റാൻഡേർഡ് അലൈൻഡ്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് അലൈൻ ചെയ്തത് CBSE ആയിട്ടാണ് അല്ലേ. അപ്പം അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആൻഡ് ദെൻ എഫക്റ്റ്, അപ്പോൾ ആ ടോപ്പിക്കുമായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ റിയൽ വേൾഡ് സയൻറ്റിഫിക് കോൺസെപ്റ്റ് അതായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ബാക്കിയുള്ള സ്റ്റാൻഡേർഡ് അലൈൻ ആയിട്ട് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫ്രീ വെർഷൻ ആണെങ്കിൽ കുറച്ച് ചാറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ പെയ്ഡിലോട്ട് മാറാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഹാക്ക് ഉപയോഗിക്കാം. ഇത് കോപ്പി ചെയ്ത് നമ്മുടെ സാധാരണ ജനറൽ AIs ഉണ്ടല്ലോ, ChatGPTയോ ക്ലൗഡോ അങ്ങനെയുള്ളതിലോട്ട് കോപ്പി ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്തെടുക്കാം. പക്ഷെ ഒരു പരിധി വരെ ഇത് മതിയാവും. ഇനി ഇതേ ലെസൺ പ്ലാൻ നമ്മൾ EduAid എന്ന് പറഞ്ഞിട്ട് വേറൊരു ആപ്ലിക്കേഷനിലൂടെ നോക്കാം. eduaid.ai. eduaid.ai എന്ന് പറഞ്ഞാൽ ഇതും ടീച്ചേഴ്സിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു AI ആണ്. അപ്പോൾ ഇവിടെയും ലെസൺ പ്ലാനും ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും അതേപോലെ ഒരുപാട് ടൂൾസ്, എനിക്ക് തോന്നുന്നു മാജിക് സ്കൂളിലാണ് ഇതിനെക്കാട്ടും കൂടുതൽ ടൂളെങ്കിലും ഇവിടെ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ടൂൾസും നമുക്ക് കിട്ടാറുണ്ട്. ജസ്റ്റ് ഇതിനകത്ത് ലോഗിൻ ചെയ്തിട്ട് ഫസ്റ്റ് ടൈം ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ മാജിക് സ്കൂളിൽ പറഞ്ഞതുപോലെ കുറച്ച് കാര്യങ്ങൾ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ കൊടുക്കേണ്ടി വരും. അല്ലാതെ നമ്മൾ വൺസ് ഇത് ചെയ്താൽ നമുക്ക് ലോഞ്ച് ചെയ്യാം. നമുക്ക് ഗൂഗിൾ സൈനപ്പോ അതെന്തെങ്കിലും മതിയാവും. ഇപ്പോൾ വൺസ് നമുക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ലെസൺ ബിൽഡർ എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ വരും. അവിടെ കുറേ ടൂളുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ ലെസൺ പ്ലാൻ്റെ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ 5E ലെസൺ പ്ലാൻ, 5Es എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടീച്ചേഴ്സിന് അറിയായിരിക്കും എന്താണ് 5E ലെസൺ പ്ലാൻ അല്ലേ. എക്സ്പ്ലോർ, അങ്ങനെ നമുക്ക് അറിയാമല്ലോ എന്തൊക്കെയാണ് ആ 5E. നമുക്ക് ആ 5E ലെസൺ പ്ലാൻ ഒന്ന് ഈ സെയിം ടോപ്പിക്കിലൊന്ന് ജനറേറ്റ് ചെയ്യാം അല്ലേ. ഞാൻ ഇവിടെയും ഗ്രാവിറ്റി. അപ്പം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ ഇനി സ്പെഷ്യലൈസ്ഡ് ടൂളായാലും ജനറൽ ടൂളായാലും എത്ര നല്ലതായിട്ട് സ്പെസിഫിക് ആയിട്ട് പ്രോംപ്റ്റ് ചെയ്യാൻ പറ്റുന്നോ അത്രയും നല്ല ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ടൂളിൽ നമുക്ക് ഒരുപാട് പറഞ്ഞു വരുന്നത് സ്പെസിഫിക് അല്ലാത്ത, അതായത് സ്പെഷ്യലൈസ്ഡ് ടൂൾ ഉണ്ടല്ലോ ഇപ്പോൾ ടീച്ചേഴ്സിന് വേണ്ടേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രോംപ്റ്റ് ഒക്കെ നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് മറ്റേ പ്രോംപ്റ്റിംഗ് സ്കിൽ കുറഞ്ഞാൽ പോലും നമ്മുടെ റിസൾട്ട് വളരെയധികം നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ ഞാൻ ഗ്രാവിറ്റി എന്ന് പറഞ്ഞു, ക്ലാസ് ഏതാണെന്ന് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഡീഫോൾട്ടായിട്ട് 11-12 ആണ് വന്നത്. എനിക്കത് വേണ്ട, എനിക്ക് ചെറിയ കുട്ടികൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 5th ഗ്രേഡിന് വേണ്ടിയിട്ടുള്ള 5E ലെസൺ പ്ലാനാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു,
ഗ്രാവിറ്റി എന്ന് ടൈപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവിടെ ഗ്രാവിറ്റിയെക്കുറിച്ചുള്ള പ്രോംപ്റ്റ് കൊടുത്തിട്ട് പിന്നെ ഇവിടെ കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം കേട്ടോ. അറ്റാച്ച്മെൻറ്റ് കൊടുക്കാനും നെറ്റുമായിട്ട് സെർച്ച് ചെയ്യാനും അല്ലാതെ അക്കാഡമിക്കലി ഭയങ്കരമായിട്ട് നോക്കുന്ന സ്റ്റാൻഡേർഡ്സ് നമ്മൾ മുമ്പ് ഇതിൽ കണ്ട പോലെ മാജിക് സ്കൂളിൽ കണ്ടതുപോലെ സ്റ്റാൻഡേർഡ് അലൈൻ ചെയ്യാനും ഒക്കെ ഉള്ള ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. ഇപ്പം നമ്മൾ 5E ലെസൺ പ്ലാൻ ആകുമ്പം ഓൾറെഡി അതങ്ങനെ തന്നെ ആണ്. അപ്പോൾ 5E ലെസൺ പ്ലാൻ ക്രിയേറ്റ് ചെയ്തു വന്നു. 5E എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എങ്ങനെ എൻഗേജ് ചെയ്യിക്കണം, എന്താണ് സ്റ്റുഡൻറ്റ് എക്സ്പ്ലോർ ചെയ്യേണ്ടത്, എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്, എലാബറേറ്റ് ചെയ്യേണ്ടത്, ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പെർഫെക്റ്റ് ലെസൺ പ്ലാൻ നമുക്ക് ജനറേറ്റ് ചെയ്ത് തരികയാണ്. ഇനി നമ്മൾ ചാറ്റ് GPT-ലോ ക്ലൗഡോ അല്ലെങ്കിൽ ജെമിനിയുടെ ഏതെങ്കിലും ടൂളിലോ ഒക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന നോളജ് വെച്ചിട്ട് നമുക്ക് അതിലും ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5E ലെസൺ പ്ലാൻ വേണം, പിന്നെ നമുക്ക് ഇന്ന ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പ്രോംപ്റ്റ് ചെയ്താലും കിട്ടും. അപ്പോൾ ഇത് കുറച്ചും കൂടെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അല്ലേ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 2 ടൂളിനെയും കൂടെ വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല ലെസൺ പ്ലാൻ ഏത് ടൂളിൽ നിന്നാണ് വരുന്നത് നിങ്ങൾക്ക് തന്നെ ഫൈൻഡ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ടൂള് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും പോപ്പുലറായിട്ട് കൂടുതലായിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന അക്കാഡമിക്കലി ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രണ്ട്ലി ഔട്ട്പുട്ട് തരുന്ന 2 ടൂളുകളാണ്. അപ്പോൾ 2 ടൂളിൽ എങ്ങനെ ലെസൺ പ്ലാൻ ജനറേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 2 ടൂളുകൾ മാത്രമല്ല, നമുക്ക് കുറച്ച് ടൂളുകളും കൂടെ നമുക്ക് കാണാം അല്ലേ. ഇപ്പോൾ നമ്മൾ നോക്കിയത് EduAid-ഉം മാജിക് സ്കൂളും. നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ച് അതൊന്ന് വർക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ കൂടുതലായിട്ടുള്ള ടൂളുകൾ പറയുകയാണെങ്കിൽ ഡിഫിറ്റ് എന്ന് പറയുന്നൊരു ടൂളുണ്ട്. ഇതും ടീച്ചേഴ്സിന് വേണ്ടി മാത്രം മീൻസ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ചെയ്യുന്ന ഒരു ടൂളാണ്. പിന്നെ ക്യൂരിപോഡ്. നമുക്ക് എല്ലാ ടൂളുകളും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാനുള്ള സമയക്കുറവ് കാരണം നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. പിന്നെ lesson-plan.ai എന്ന് പറഞ്ഞിട്ട് ലെസൺ പ്ലാനിന് വേണ്ടി മാത്രമുള്ള ഒരു AI ഉണ്ട്. അതിലും വേറെ കാര്യങ്ങളും നടക്കും, ബട്ട് അതിൻ്റെ പേര് തന്നെ ലെസൺ പ്ലാൻ AI എന്നാണ്. പിന്നെ ടീച്ച്മേറ്റ്. അപ്പോൾ ഇതെല്ലാം ഈ മാജിക് സ്കൂളും EduAid-ഉം പോലെ ഉള്ള ടൂളുകളാണ്. ഇനി ഈ ചാറ്റ് GPT-യും ജെമിനിയും ക്ലൗഡും ഒക്കെ വെച്ചിട്ട് എങ്ങനെ നമുക്ക് അക്കാഡമിക് ലെവലിൽ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അക്കാഡമിക് ലെവലിലുള്ള കണ്ടൻറ്റും പ്രസൻറ്റേഷനും ഒക്കെ ജനറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ പ്രോംപ്റ്റ് ചെയ്യാൻ പഠിച്ചാൽ മതി. അതിൽ നിന്നും എടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരൊറ്റ ടൂളും മാത്രം ഡിപ്പെൻഡ് ചെയ്യണമെന്നില്ല. നമ്മൾ കണ്ടുവരുന്നത് ഇപ്പോൾ ചാറ്റ് GPT അറിയാമെങ്കിൽ എല്ലാത്തിനും ചാറ്റ് GPT ഉപയോഗിക്കുക, ജെമിനി അറിയാമെങ്കിൽ ജെമിനി ഉപയോഗിക്കുക. പക്ഷേ അങ്ങനെയല്ല, ഏത് ടൂൾ എന്തിനൊക്കെ ഉപയോഗിക്കാമെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ടത് മനസ്സിലാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഏത് ടൂൾ ഉപയോഗിച്ചാലും പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ പലർക്കും അറിയായിരിക്കും. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2-3 മണിക്കൂർ എടുക്കുന്ന ഒരു ടോപ്പിക്കാണ്. സോ നമ്മളിത് ജസ്റ്റ് അതിൻ്റെ ഔട്ടർ ലെയർ മാത്രം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു പ്രോംപ്റ്റ് ചെയ്യുമ്പം ആക്ഷൻ വെർബിൽ പറയാൻ ശ്രമിക്കുക. പിന്നെ വളരെ എത്രത്തോളം സ്പെസിഫിക് ആവാമോ അത്രത്തോളം നല്ല ഔട്ട്പുട്ട് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ കോണ്ടസ്റ്റ്, സിറ്റുവേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ഒറ്റ പ്രോംപ്റ്റിൽ ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയും, എനിക്ക് ഇന്ന ക്ലാസ്സിലെ ഈ കുട്ടികൾക്ക് വേണ്ടി ഈ തരം നോളജുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ലെസൺ പ്ലാൻ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് അത് പറയുന്ന ഒരു രീതിയുണ്ട്. നമ്മളപ്പോൾ എല്ലാവരും വിചാരിക്കും ഇംഗ്ലീഷ് അറിയുന്നതാണ് പ്രോംപ്റ്റിംഗ് എന്ന്. അല്ല, ഇപ്പോൾ ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഒരു മിഷനാണല്ലേ. അതിന് ലാംഗ്വേജ് അല്ല കൂടുതലായിട്ട് നോക്കുന്നത്, അതിൻ്റെ ഒരുപാട് ഡേറ്റയുള്ള ഒരു സാധനത്തിൽ നമുക്ക് വേണ്ട ഒരു കാര്യം മാത്രം നമ്മൾ ഫെച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് എത്രത്തോളം സ്പെസിഫിക് ആവുന്നു അപ്പോൾ അത്രത്തോളം നമ്മളിപ്പോൾ പെയ്ഡ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പ്രോംപ്റ്റിനനുസരിച്ചായിരിക്കും അല്ലേ ചാർജൊക്കെ വരുന്നത്. അപ്പോൾ എത്രത്തോളം സ്പെസിഫിക് ആയിട്ട് കൊടുക്കുന്നു ഒറ്റ പ്രോംപ്റ്റിലും 2 പ്രോംപ്റ്റിലും ഒക്കെ നമുക്ക് കാര്യം തരും അല്ലേ. സോ ഓഡിയൻസിന് നമ്മൾ പറയണം ഇത് ആർക്ക് വേണ്ടി. ഇപ്പോൾ ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരാൾ ഒരു സയൻറ്റിസ്റ്റിന് അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയാണോ, കുട്ടിക്ക് വേണ്ടിയാണോ, അതിലെ ടീച്ചേഴ്സിന് വേണ്ടിയാണോ, അപ്പം ഓഡിയൻസിനെ സ്പെസിഫൈ ചെയ്യാൻ ശീലിക്കുക. പിന്നെ ഔട്ട്പുട്ട് ഫോർമാറ്റിൻ്റെ
ഇപ്പോൾ ടോൺ എങ്ങനെയാണ്, ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റോറി പോലെ നമുക്ക് പറയണം, അല്ലെങ്കിൽ അതിന് ഒരു എസ്സേ പോലെ 2 പേജ്, ഇതിൻ്റെ ലെങ്ത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം, സ്റ്റൈല് ആ സ്റ്റൈൽ എന്താണെന്ന്, അല്ലെങ്കിൽ ഇതിൻ്റെ ഫോർമാറ്റ്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. പിന്നെ എഐക്ക് അതിൻ്റെ ഒരു റോള് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ ടീച്ചറാണെങ്കിൽ ആസ് എ ടീച്ചർ ഏത് റോളിൽ നിന്ന് ചിന്തിക്കണം എന്ന് നമ്മൾ അതിൻ്റെ പേഴ്സോണ എന്ന് പറയും അല്ലേ, അതിൻ്റെ പേഴ്സോണ എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആളിനാണെങ്കിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആളിനെ പോലെ ചിന്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അനലിസ്റ്റിനെ പോലെ ചിന്തിച്ചുകൊണ്ട്, ഒരു ടീച്ചറിനെ പോലെ ചിന്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിനെ പോലെ ചിന്തിച്ചുകൊണ്ട് ഉത്തരം തരാൻ പറഞ്ഞ് ആ ഒരു പേഴ്സോണ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് മാക്സിമം എഐക്ക് അങ്ങോട്ട് എക്സാമ്പിൾസ് കൊടുക്കണം. ഇതൊരു നല്ല ട്രിക്കാണ്. നമ്മൾ 0 ഷോട്ട് 1 ഷോട്ട് ഫ്യൂ ഷോട്ട് പ്രോംപ്റ്റ് എന്നൊക്കെ പറയാറുണ്ട്. സോ പ്രോംപ്റ്റിങ്ങിൽ 0 ഷോട്ട് പ്രോംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിളും കൊടുക്കാണ്ടാതെ നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ട് ഒരു പ്രോംപ്റ്റ് കൊടുക്കുന്നതിന് ചില കാര്യത്തിനൊക്കെ അത് മതിയായിരിക്കും. 1 ഷോട്ട് പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ കൊടുക്കും അല്ലേ, ഔട്ട്പുട്ടിൻ്റെ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് പിന്നെ വേണ്ടത്, ഔട്ട്പുട്ട് എനിക്ക് ഇങ്ങനെയൊക്കെയാണ് വേണ്ടതെന്ന് പറയുന്ന ഒരു എക്സാമ്പിൾസും കൂടെ കൊടുത്ത് നമ്മൾ ചെയ്യുന്നതിന് 1 ഷോട്ട് പ്രോംപ്റ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ ഫ്യൂ ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലതിന് കുറേ എക്സാമ്പിൾസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പം ഗ്രാവിറ്റി ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ഇങ്ങനെയാണ് കുട്ടികൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നത്. അപ്പം ഇതാണ് ഗ്രാവിറ്റിയുടെ എൻ്റെ എക്സ്പ്ലെയിൻ. ഇതുപോലെ എനിക്ക് ഫോട്ടോസിന്തസിസ് ഒന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് കാൽക്കുലസ് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്, അതുപോലെ ഇത് പറഞ്ഞു. അപ്പോൾ അതാണ് നമ്മൾ ഈ 1 ഷോട്ട് ഫ്യൂ ഷോട്ട് 0 ഷോട്ട് പ്രോംപ്റ്റ് എന്നൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ AI തരുന്നത് അതുപോലെ മേടിച്ചുകൊണ്ട് പോകണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഔട്ട്പുട്ട് റിഫൈൻ ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ പ്രോംപ്റ്റ് പിന്നെ റിഫൈൻ ചെയ്തും, പിന്നെ എഐക്ക് പറഞ്ഞു കൊടുക്കണം എന്താണ് നിനക്ക് തെറ്റ് പറ്റിയത്. ഇപ്പോൾ എഐക്ക് തെറ്റ് പറ്റില്ല എന്നില്ലല്ലോ. അപ്പോൾ എഐക്ക് എവിടെ തെറ്റ് പറ്റി, എന്താണ് അത് റിഫൈൻ ചെയ്യേണ്ടത്, യു ആർ റോങ്, ഇവിടെ നിങ്ങൾക്ക് തെറ്റ് പറ്റി. അപ്പം അത് നോക്കിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് തർക്കിക്കും, അത് ശരിയാണ് നിങ്ങൾക്കായിരിക്കും, അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യും, ശരിയാണ്, എനിക്ക് സോറി ഇവിടെ തെറ്റ് പറ്റി, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അങ്ങനെ നമുക്ക് റിഫൈൻ ചെയ്തെടുക്കാനുള്ള സ്കില്ല് വേണം. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എല്ലാവരുടെയും, ഇപ്പോൾ ഞങ്ങൾ സ്കൂളിലൊക്കെ നോക്കുവാണെങ്കിൽ എല്ലാവരുടെയും ലെസൺ പ്ലാൻ ഒരുപോലെ ഇരിക്കും, എല്ലാവരും ഒരു മെയിൽ ഡ്രാഫ്റ്റ് ചെയ്താൽ ഒരുപോലെ ഇരിക്കും. അപ്പം ഏത് ടൂളാണോ ഉപയോഗിക്കുന്നത് ആ ടൂളിൽ നിന്നാണ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനും പറ്റും. പക്ഷേ നേരെ ചൊവ്വേ, അതായത് വളരെ പ്രോപ്പറായിട്ട് പ്രോംപ്റ്റ് ചെയ്യുന്ന ഒരു യൂസറിൻ്റെ ഔട്ട്പുട്ട് എവിടെ നിന്നാണെന്ന് പോലും മനസ്സിലാവാത്ത രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് കുറച്ച് വളരെ ബേസിക്കായിട്ട് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ പ്രോംപ്റ്റിംഗ് സ്കില്ല് വെച്ച് നമുക്ക് ജനറൽ ആയിട്ടുള്ള ടൂളുകളിൽ നിന്നും, ജനറൽ AI അസിസ്റ്റൻസിൻ്റെ നിന്നും നമുക്ക് എഡ്യൂക്കേഷണൽ കണ്ടൻസും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഈ മാജിക് സ്കൂളിലോട്ടൊന്ന് തിരിച്ചു പോവുകയാണെങ്കിൽ, ലെസൺ പ്ലാൻ ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സ് സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു സംഭവമാണോ വേണ്ടാണോ അതിന് ഫോക്കസ് ചെയ്ത് നമ്മൾ പറഞ്ഞത്. ഇനി നിങ്ങൾക്കൊരു ഫീഡ്ബാക്ക് അല്ലേ, അസസ്മെൻറ്റിനൊരു ഫീഡ്ബാക്ക് നമ്മൾ കൊടുക്കണം. നിങ്ങളൊരു അസൈൻമെൻറ്റ് കൊടുത്തു കുട്ടികൾക്ക്, ആ അസൈൻമെൻറ്റ് അതിന് റൂബ്രിക്സും അതിൻ്റെ ക്രൈറ്റീരിയസും ഒക്കെ ഇതിൽ തന്നെ ജനറേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് റൈറ്റ് ചെയ്തുകൊണ്ട് വന്ന ഒരു സംഭവത്തിന് കറക്റ്റ് നമുക്കൊന്ന് ഫീഡ്ബാക്ക് കൊടുക്കണം. നമ്മൾ അതിനൊരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നതല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഏത് ഗ്രേഡായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കണം. ഫീഡ്ബാക്ക് അതിനനുസരിച്ചല്ലേ ജനറേറ്റ് ആവുന്നത്. പിന്നെ എന്തായിരുന്നു അസൈൻമെൻറ്റ്, കൊടുത്ത അസൈൻമെൻറ്റ്. ഇനി നമ്മുടെ കയ്യിൽ ജനറേറ്റ് ചെയ്ത റൂബ്രിക്സ്, അതിനെ എങ്ങനെ മാർക്ക് ചെയ്യണമെന്നുള്ള, ഇവാലുവേറ്റ് ചെയ്യണമെന്നുള്ള റൂബ്രിക്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, റൂബ്രിക്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പെട്ടെന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആ റൂബ്രിക്സും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ എന്തെങ്കിലും അഡീഷണൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ, അതായത് ഇവിടെ ഫോക്കസ് ചെയ്യണം, എവിഡൻസ് ചെക്ക് ചെയ്യണം, അങ്ങനെ നമുക്ക് ഉള്ള അഡീഷണൽ ഇൻസ്ട്രക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് എഴുതേണ്ട ഏതെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അതും, അതായത് എനിക്ക് ഫീഡ്ബാക്കിൻ്റെ കൂടെ ഇതും കൂടെ എഴുതണം. ഫോർ എക്സാമ്പിൾ നല്ലപോലെ ഒന്ന് ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള നമ്മുടെ ടോപ്പിക് ഇതുണ്ടല്ലോ, നമ്മുടേതായ സ്റ്റൈലിൽ എന്തെങ്കിലും അതുണ്ടെങ്കിൽ അതും കൂടെ അത് ഇൻകോപ്പറേറ്റ് ചെയ്തോളും. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇതെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് നമ്മളൊന്ന് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെസൺ പ്ലാൻ ഈ ഫീഡ്ബാക്ക്
നല്ലതുപോലെ എസ് ആവട്ടെ ബാക്കിയുള്ള കാര്യങ്ങളുടെ ഒക്കെ ഫീഡ്ബാക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിയൊരു ടൂളാണ്. പിന്നെ പ്രൊഫഷണൽ ഇമെയിൽസിന് പറ്റിയൊരു ടൂൾ ഇവിടെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള ചാറ്റ് GPT-യും ക്ലൗഡും ഒക്കെ തന്നെ ധാരാളമായിട്ട് ആ കാര്യങ്ങൾ നല്ലതാണൊക്കെ ചെയ്യും. പക്ഷേ ഇവിടെ കുറച്ചും കൂടെ ഒന്ന് ഒരു സ്കൂൾ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ സെൻട്രിക് ആയിട്ടുള്ളൊരു രീതിയിലായിരിക്കും ഇവിടെ വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ റൂബ്രിക്സ് ജനറേറ്റ് ചെയ്യാൻ ഇവിടെ നമ്മൾ എത്ര പോയിൻറ്റ് സ്കെയിലിലാണ്, ഏത് ഗ്രേഡിനാണ് ഓഫ് കോഴ്സ് നമ്മൾ കൊടുക്കണം, പിന്നെ എത്ര പോയിൻറ്റ് സ്കെയിലിനാണ്, ഇപ്പോൾ 5 പോയിൻറ്റ് സ്കെയിൽ അല്ലെ 4 പോയിൻറ്റ് സ്കെയിലിലാണ് നമ്മൾ അത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഒരു എസ്സേ കൊടുത്തതാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് കൊടുത്തതാണ്, ആ പ്രോജക്റ്റ് എന്താണെന്ന് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ പ്രോജക്റ്റ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ അസൈൻമെൻറ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യുന്നു, എസ്സേ ഓൺ വേൾഡ് വാർ ടു. ഇവിടെ എല്ലാം നമ്മൾ കൊടുക്കേണ്ടതാണ്, സമയക്കുറവുണ്ട്, ഞാൻ ചുമ്മാ ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഓപ്ഷണലാണ്. പിന്നെ ഏത് സ്റ്റാൻഡേർഡിലായിട്ട് അലൈൻ ചെയ്യണം, ഓപ്ഷണൽ റൂബ്രിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്താൽ പെർഫെക്റ്റ് റൂബ്രിക് ജനറേറ്റ് ചെയ്ത് തരും. ഇപ്പോൾ ഞാനിവിടെ ഇത്രയും കൊടുത്ത ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് റൂബ്രിക്സ് ജനറേറ്റ് ചെയ്യുകയാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ ആലോചിച്ചൊരു റൂബ്രിക്സ് ഒക്കെ ജനറേറ്റ് ചെയ്യണമെങ്കിൽ എത്ര ടൈം എടുക്കുന്നതാണല്ലേ. ഇത് വളരെ സിമ്പിളായിട്ട് എത്ര നിമിഷം നേരം കൊണ്ടാണ് നമ്മൾ ഒരു റൂബ്രിക്സ് ഉണ്ടാക്കിയത്. ഇപ്പം നമുക്കത് റിഫൈൻ ചെയ്യാം. ഞാൻ എക്സാമ്പിളായിട്ട് ചെയ്തത് നമുക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്രൈറ്റീരിയ, കണ്ടൻറ്റിൻ്റെ ആക്യുറസി 4 പോയിൻറ്റ് ആർക്ക് കൊടുക്കാം, അണ്ടർസ്റ്റാൻഡിങ് അതിന് 4 പോയിൻറ്റ് ആർക്ക് കൊടുക്കാം, 3 പോയിൻറ്റ് ആർക്ക് കൊടുക്കാം, 2 ആർക്ക് കൊടുക്കാം, 1 ആർക്ക് കൊടുക്കാം. ഇപ്പോൾ ഈ നമുക്ക് ഒരു കാര്യം നടത്തിയെടുക്കാൻ പല AI ടൂൾസിനെയും ഉപയോഗിക്കാം അല്ലേ. ഒരു കാര്യം ചാറ്റ് GPT-യിൽ ചെയ്യാൻ വേറെ ക്ലൗഡ് അല്ലെങ്കിൽ ജെമിനിയൊക്കെ ഉപയോഗിക്കുന്ന പോലെ ഇതിനെയും നമുക്ക് യൂസ് ചെയ്യാം. ഈ മാജിക് സ്കൂളിനകത്തുള്ള ടൂൾസിനെയും നമുക്ക് ഉപയോഗിക്കാം. ഇത് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നമ്മൾ മുമ്പ് കണ്ട ആ ഫീഡ്ബാക്കിന് ഈ റൂബ്രിക്സ് കൊടുത്തു കഴിഞ്ഞാൽ പക്ക അലൈൻ ചെയ്ത് എന്ത് ചെയ്യും, അത് നല്ലതുപോലെ ഫീഡ്ബാക്ക് തരും. അപ്പോൾ നമ്മൾ ബയാസ്ഡ് ആയിട്ടായിരിക്കുമല്ലോ ചിലപ്പം ഈ കുട്ടി പഠിക്കുന്നതാണ്, അപ്പോൾ എഴുതിയതിൽ എന്തോ കാര്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അല്ല, നമുക്കറിയാതെ അങ്ങനെ ആവും അല്ലേ ടീച്ചേഴ്സ്. പക്ഷേ ഇവിടെ ബയാസ്ഡ് ഒന്നും അല്ലാതെ കൃത്യമായിട്ട് അത് കുട്ടി ആരാണെന്ന് അറിയത്തില്ല, പക്ക അവ എഴുതിയതിന് അനലൈസ് ചെയ്ത് കൃത്യമായിട്ട് ഫീഡ്ബാക്കുകൾ തരും അല്ലേ. ഇതിനൊക്കെ എത്ര ടൈമായിരിക്കും നമുക്ക് മുമ്പ് പോയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഫെസിലിറ്റി ഉള്ളപ്പോൾ നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതല്ലേ. ഇനി കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടൂളുകളൊന്ന് കാണിക്കാനുള്ള ടൈം കുറവുകൊണ്ട് നമുക്കൊന്ന് പറഞ്ഞു പോവാം. റൈന ചാറ്റ് ബോട്ട്, ഓഫ് കോഴ്സ് ചാറ്റിങ്ങിന് വേണ്ടി പറ്റിയ എഡ്യൂക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. എഡ്യൂക്കേറ്ററിൻ്റെ ട്രസ്റ്റഡ് ചാറ്റ് ബോട്ട് എന്നാണ് പറയുന്നത്. ഇനി ഇമേജ് ജനറേഷന് പറ്റിയ ടൂളുകളുണ്ട്. ഇതിലും ഒരു എഡ്യൂക്കേഷൻ ലെവലിലുള്ള ഇമേജസ് നമുക്ക് ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൽ ടെസ്റ്റ് ലെവലർ എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്, എനിക്ക് വളരെ നന്നായിട്ട് തോന്നിയതാണ്. ഇപ്പോൾ ഒരു വലിയൊരു ഇപ്പം നമ്മൾ പറയുന്നു തിയറി ഓഫ് റിലേറ്റിവിറ്റി, സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു കണ്ടൻറ്റ് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടൊരു കണ്ടൻറ്റ് ആക്കിയാൽ നമുക്ക്, പക്ഷേ ഇത് പ്രസൻറ്റ് ചെയ്യേണ്ടത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു സ്റ്റുഡൻറ്റിനാണ്. നമുക്ക് ഇപ്പോൾ വിക്കിപീഡിയയെന്നോ അല്ലെ ചാറ്റ് GPT-ന്നോ ഒക്കെ കിട്ടിയത് നമുക്ക് വീണ്ടും അതൊന്ന് നോക്കുമ്പോൾ ഇത് കുറച്ച് ടഫായിട്ട് തോന്നുന്നു. നമുക്ക് ഈ ടൂളിലിട്ട് ഏത് ക്ലാസ്സിലെ കുട്ടി അല്ലെ ഏത് ബേസിസിലുള്ള കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ലെവൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ലെവൽ ചെയ്ത് തരും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ടെസ്റ്റ് ലെവലർ എന്നൊന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ലെവൽ ചെയ്യേണ്ടത് ഏത് ഗ്രേഡിലോട്ടാണ്. ഇപ്പോൾ 5th ഗ്രേഡിൽ അല്ല, എനിക്കൊരു 3ാം ക്ലാസ്സിലെ കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മുടെ ഒറിജിനൽ ടെസ്റ്റ്, നമുക്ക് കിട്ടിയ ടെസ്റ്റ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു, ലെവൽ ചെയ്യാൻ പറയുന്നു, അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു. അത് പെർഫെക്റ്റായിട്ട് ആ ഏജിലുള്ള അല്ലെങ്കിൽ ആ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ
ലെവൽ ചെയ്ത് തരുന്നതാണ്. 1-2 ടൂളും കൂടെ പറഞ്ഞ് നമുക്കിതൊന്ന് വൈൻഡപ്പ് ചെയ്യാം. ഇനി അസസ്മെൻറ്റ്, മൾട്ടിപ്പിൾ ചോയ്സ് ഒക്കെ ഉണ്ടാക്കാൻ സ്പെഷ്യൽ ടൂളുകളുണ്ട്. പ്രസൻറ്റേഷൻ എനിക്കിത് വലിയ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം പ്രസൻറ്റേഷന് പറ്റിയ നല്ല ടൂളുകൾ സ്പെഷ്യലായിട്ടുണ്ട്. പ്രൊഫഷണൽ ഇമെയിൽസ്, അതും നമുക്ക് സാധാ ജനറൽ ഉപയോഗിക്കാം. പിന്നെ അക്കാഡമിക് കണ്ടൻസ് കൂടുതലായിട്ട് ഇതിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് യൂട്യൂബ് വീഡിയോ ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഇപ്പോൾ പഴയതുപോലെ എല്ലാം ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയൊന്നും അല്ല പഠിക്കുന്നത് അല്ലേ. ഇപ്പോൾ നിങ്ങൾ തന്നെ നമ്മൾ യൂട്യൂബിൽ നിന്നാണല്ലോ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ഈ യൂട്യൂബ് വീഡിയോ കുട്ടികൾക്ക് കാണാൻ കൊടുത്തിട്ട് നമുക്ക് അതിൽ നിന്ന് ഈ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് കണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് അവന് നോളജ് കിട്ടിയോ എന്ന് മനസ്സിലാവുന്ന രീതിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്താൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ടൈം, അതായത് നമുക്കറിയാൻ പറ്റും ഫുൾ വീഡിയോസ് കണ്ടു തീർത്തോ അല്ലെങ്കിൽ കണ്ടത് എത്രത്തോളം അവന് മനസ്സിലായെന്ന് മനസ്സിലാവുന്ന രീതിയിൽ കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അത് ആൻസർ ചെയ്യിക്കാൻ പറ്റുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോൾ യൂട്യൂബ് വീഡിയോ ക്വസ്റ്റ്യൻസ് അത് നല്ലൊരു ടൂളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ IEP നിങ്ങൾക്ക് എല്ലാവർക്കും ആസ് എ ടീച്ചർ അറിയായിരിക്കും, ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. നമ്മൾ പുറത്തൊക്കെ രാജ്യങ്ങൾ അത് പെർഫെക്റ്റായിട്ട് അത് യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ ഇവിടെയും യൂസ് ചെയ്ത് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഓരോ തരം കുട്ടികളും അല്ലേ ഓരോ രീതിയിലാണ് നമ്മൾ പറയാറുണ്ട്. വിഷ്വൽ ലേണേഴ്സ്, സ്പേഷ്യൽ ലേണേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മളെല്ലാം പണ്ടൊക്കെ എല്ലാ കുട്ടികളെ ഒരേപോലെ പഠിപ്പിച്ചിട്ട് മാർക്കില്ല എന്ന് പറയുന്നതിന് പകരം നമ്മളിപ്പോൾ എന്താണ് ചെയ്യുന്ന IEP ഓരോ കുട്ടികൾക്കും അവർക്ക് വേണ്ട രീതിയിൽ IEP ജനറേറ്റ് ചെയ്തിട്ട് അവരെ പഠിപ്പിക്കുന്ന ഒരു രീതി അല്ലേ. അപ്പോൾ IEP ജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്ന് കുട്ടിയെക്കുറിച്ച് പഠിക്കണം, അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള IEP ജനറേറ്റ് ചെയ്യുന്നത് ലെസൺ പ്ലാനിനെ കാട്ടി ഒരുപാട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സായിരുന്നു. ഇപ്പോൾ ഇവിടെ IEP ജനറേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഗ്രേഡാണെന്ന് എല്ലാത്തിലും കൊടുക്കുന്നതാണൊക്കെ കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ പറയുന്ന ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടി, ആ ഡിസബിലിറ്റി എന്താണെന്ന് അവിടെ പറഞ്ഞു കൊടുത്തിട്ട് ഇയാളെയാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. പിന്നെ സ്റ്റുഡൻ്റ് ബിഹേവിയർ ഇങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ ഒൺസ് ഡോക്യുമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അതെല്ലാം ഇവിടെ അങ്ങോട്ട് കൊടുത്തിട്ട് ഒരു IEP ജനറേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് IEP നമ്മുടെ കൈ കിട്ടും അല്ലേ. അപ്പോൾ ഇത്രയും ബുദ്ധിയുള്ള ഇത്രയും എഫക്റ്റീവായിട്ടുള്ള ആൾക്കാർ നമ്മുടെ കയ്യിരിക്കുമ്പോൾ യൂസ് ചെയ്യുക, ഇത്ര തന്നെ അല്ലേ. അപ്പോൾ എല്ലാ ടൂളും ഒന്നും പറഞ്ഞു പോകാൻ സമയമില്ല. ബട്ട് ഒരുപാട് യൂസ്ഫുൾ ടൂൾസ്, ഒരുപാട് ഇതിൽ എനിക്ക് ഇതിൽ 100-200ഓളം ടൂൾസ് കണ്ടതിൽ വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹൺഡ്രഡ്സ് ഓഫ് ടൂൾസ് ഇതിലുണ്ട്, ഓൾറെഡി ഉണ്ട്. ആൻഡ് ഇതിലും 5E ലെസൺ പ്ലാൻ ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ എനിക്ക് എഡ്യൂഎയ്ഡിൻ്റെയാണ് കൂടുതലായിട്ട് നന്നായിട്ട് തോന്നിയത്. സോങ് ജനറേറ്റേഴ്സ് ഉണ്ട്, അതായത് റൈംസൊക്കെ നമുക്ക് തന്നെ അവരെ പാടിക്കൊടുത്ത് ബോറടിപ്പിക്കേണ്ട, ജനറേറ്റ് ചെയ്ത് പാടി കേൾപ്പിച്ചു കൊടുക്കാം. പിന്നെ ഇതുവരെ ഉണ്ട് നമുക്കൊരു ടീച്ചറിന് ജോക്ക്. നമുക്കറിയാം ടീച്ചേഴ്സ് കുട്ടികളെ പല രീതിയിൽ പിടിച്ചിരുത്താറുണ്ടല്ലേ, ജോക്ക് പറഞ്ഞ് അല്ലെങ്കിൽ അപ്പോൾ ഈ ജോക്സൊക്കെ റിലവൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടോപ്പിക് ബേസ് ചെയ്തിട്ടുള്ള ജോക്സ് എല്ലാം സിമ്പിളായിട്ട് ജനറേറ്റ് ചെയ്ത് തരും. ടീച്ചർ ജോക്സ് എന്ന് പറഞ്ഞു കൊടുത്താൽ ഏത് സബ്ജക്റ്റിനെ കുറിച്ച് എന്തിനെക്കുറിച്ചാണോ ജോക്ക് വേണ്ടത് ആ ജോക്ക് വരെ ഇത് ജനറേറ്റ് ആയി തരും. പിന്നെ ഇതേപോലത്തുള്ള ടൂളുകളിൽ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ടൂളൊക്കെ പെയ്ഡാക്കിയാലും ജനറൽ AIs വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇത് മീൻസ് ഉപയോഗിച്ചെടുക്കാവുന്നതാണ്. പല ഓപ്ഷൻസും എനിക്ക് ഞാൻ മറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല. ബട്ട് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഇത് ഒറ്റത്തവണ ഒന്ന് യൂസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്യൂട്ടി എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. സോ ഇനി അതുപോലെ നമുക്ക് എഡ്യൂഎയ്ഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ സ്റ്റുഡൻറ്റ് എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള എന്താണ് ടൂൾസ്, ഈ സൈഡിൽ അതിൻ്റെ ഔട്ട്പുട്ട് തരും, ഇപ്പുറത്ത് ടൂളുകളും. ഇപ്പോൾ മാജിക് സ്കൂളിൻ്റെ അത്ര ടൂളുകളുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കാണില്ല. പക്ഷേ ഇതിലുള്ള ടൂളുകളെല്ലാം വളരെ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണത് യൂസ് ചെയ്യുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റി വേണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ ഗ്രാവിറ്റിയിൽ നിന്ന് ടൈപ്പ് ചെയ്തുകൊണ്ടാണ് ഓൾറെഡി എല്ലാത്തിനും അത് കിടക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ന്യൂട്ടൺ ലാസ് ഓഫ് മോഷൻ ആൻഡ് റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ ഒരു എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റി ഉണ്ടാക്കണം. ഇതിൽ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുക.
നമുക്ക് വേണ്ടത് ഇവിടെ ടൈപ്പ് ചെയ്യുക, ജനറേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റി ഫോർ എക്സാമ്പിൾ ബലൂൺ വെച്ചിട്ടുള്ള ആക്ടിവിറ്റി എന്ത് ചെയ്യണം, അങ്ങനെ നമുക്കറിയാമല്ലോ. അതുപോലുള്ള എല്ലാ ആക്ടിവിറ്റീസ് നല്ലതുപോലെ സ്ക്രിപ്റ്റ് ചെയ്ത് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് തരും. പിന്നെ നമുക്ക് പറയുകയാണ് ഒരു സ്റ്റുഡൻറ്റിന് പ്രയർ നോളജ് വേണം അല്ലേ. ഫോർ എക്സാമ്പിൾ തിയറി ഓഫ് റിലേറ്റിവിറ്റി വലിയൊരു കോൺസെപ്റ്റ്, അത് അറിയണമെങ്കിൽ നമുക്ക് കുറേ പ്രയർ നോളജ് വേണം അല്ലേ. അതില്ലാത്തൊരു കുട്ടിക്ക് നമ്മൾ ഈ ഇങ്ങേയറ്റമുള്ള ഒരു സാധനം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവാൻ വളരെ പാടല്ലേ. അപ്പോൾ നമുക്ക് ഈ പ്രയർ നോളജ് എങ്ങനെ മീൻസ് സ്കാഫോൾഡിങ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ സ്പെഷ്യൽ അല്ലെങ്കിൽ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് എഴുതുന്നു. അപ്പോൾ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് കൊടുക്കുന്നു. എനിക്ക് ഒരു 5th ഗ്രേഡോ അല്ലെങ്കിൽ ഒരു ഇച്ചിരി കൂടുതലാണ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി 5th ഗ്രേഡിന് ഒരു 9 ടണ്ണ് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർക്ക് എന്തൊക്കെ പ്രയർ നോളജ് വേണമെന്നുള്ളതാണ് ഞാൻ ജനറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ കണ്ടോ, ന്യൂട്ടൺസ് ലാ ഓഫ് മോഷൻ അറിഞ്ഞിരിക്കണം അല്ലേ. അതുപോലെ ഗ്രാവിറ്റിയുടെ ബേസിക് കോൺസെപ്റ്റ് മനസ്സിലായിരിക്കണം, സ്പീഡ് ഓഫ് ലൈറ്റ് മനസ്സിലായിരിക്കണം അല്ലേ, റെഫറൻസ് ഫ്രെയിം, ഇതൊക്കെ മനസ്സിലായാലേ ഇതിലോട്ടെത്തൂ. അതിന് ആക്ടിവിറ്റീസ് എന്തൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള വിഷ്വൽ എയ്ഡ്സ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമുക്കിതാ ക്രിയേറ്റ് ചെയ്ത് തന്നു. ഇതൊക്കെ നമ്മൾ ആലോചിച്ച് റെഡിയാക്കി വെക്കണമെങ്കിൽ എന്ത് സമയം എടുക്കുന്നതാണ്. പിന്നെ നമുക്ക് തെറ്റും പറ്റാം അല്ലേ. അപ്പോൾ AI തന്നെന്ന് പറഞ്ഞ് ശരിയാണെന്ന് ഒന്നും നോക്കാതെ നമ്മൾ ഇടാൻ പാടില്ല. ചില സമയത്തൊക്കെ AI ബയാസ്ഡും ഹാലൂസിനേഷനും ഒക്കെ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് നമ്മളൊന്നും കൂടെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വെരിഫൈ ചെയ്യുക. നമുക്ക് അത് ശരിയായില്ല എന്ന് തോന്നുവാണെങ്കിൽ അടുത്ത AIയെ ഡിപ്പെൻഡ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി ലെസൺ സീഡ്, അസസ്മെൻറ്റ് മെഷർ, അതുപോലെ നല്ല ടൂള് കണ്ടത് യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിംഗ് UDL ഒക്കെ വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ പ്രോജക്റ്റ് ബേസ്ഡ് ലേണിംഗ് പ്ലാനർ, സ്റ്റുഡൻറ്റ് സെൻട്രിക് അപ്രോച്ച്, അങ്ങനത്തെ നല്ല കുറേ ടൂളുകൾ അവൈലബിൾ ആണ്. ഈ ടൂളുകളൊക്കെ നമ്മൾ ശരിയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലി വളരെ സിമ്പിളാണ് അല്ലേ. ഇനി ഗെയിംസ് അല്ലേ, നമുക്കറിയാം മൈൻക്രാഫ്റ്റ്, ബിങ്കോ, ഇതൊക്കെ ഇതാണ്ട് ഇവിടെ കിടക്കുന്നു. നമ്മളൊരു ടോപ്പിക്ക് കൊടുത്താൽ ആ ടോപ്പിക്കിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു ഗെയിം ക്രിയേറ്റ് ചെയ്ത് തരികയും അത് കുട്ടികൾക്ക് അങ്ങനെ പഠിപ്പിച്ച്, അതായത് ഇപ്പം നമുക്ക് കുട്ടികൾ പഠിക്കുന്നില്ല അല്ലെ അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നൊരു ഇതിലേ ഇല്ല. നമുക്കതിനുള്ള ഒരുപാട് ട്രിക്സ് ഉണ്ട്. ഗെയിമിലൂടെ തന്നെ പഠിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഗെയിംസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ജെമിനി പോലത്തെയോ അല്ലെങ്കിൽ വേറെ കുറേ മാനസ് എന്നൊക്കെ പറയുന്ന ഇതിലൂടെ കയറി നമുക്ക് ഗെയിം നല്ലതുപോലെ ഡെവലപ്പ് ചെയ്യാം. ഒരു ബേസിക് ലെവലിലൊക്കെ നമുക്ക് ഇതിലുള്ള ടൂളുകൾ ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ബിങ്കോ, ഞാനിതിലൊരു ഗെയിം ടിക് ടാക്ടോ. ഈ ടിക് ടാക്ടോ അഡീഷൻ പഠിപ്പിക്കാൻ നമുക്ക് ഉപയോഗിക്കണം. ഞാൻ പ്രോംപ്റ്റ് ചെയ്യുന്നില്ല സ്പീഡിന്, അഡീഷൻ എന്ന് മാത്രം, ബേസിക് അഡീഷൻ. ബേസിക് അഡീഷൻ എപ്പോഴും ഒരു ചെറിയ ക്ലാസ്സിന് നമ്മൾ എടുക്കുന്നു. 1st ഗ്രേഡ് അല്ലെ 2nd ഗ്രേഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഗെയിം പ്രിപ്പയർ ചെയ്ത് തരും. അപ്പോൾ ഈ ഫെസിലിറ്റി ഉപയോഗിച്ച് നമുക്ക് കുട്ടികളെ വേണമെങ്കിൽ മീൻസ് ഒതുക്കാൻ പറ്റാത്ത ആ കുട്ടികൾക്ക് ഗെയിമിലൂടെ മാത്രമേ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമുക്ക് അതും ചെയ്യാൻ പറ്റും അല്ലേ. വേണ്ട ഒരു ഗെയിം, അതിൻ്റെ കളിക്കേണ്ട രീതികൾ, എങ്ങനെ നമുക്ക് കളിക്കണം, അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ്, പിന്നെ അവർക്ക് കളിക്കുകയും ചെയ്യാം അല്ലേ. അങ്ങനെ ലേൺ വൈ പ്ലേയിങ്, അങ്ങനെ നമുക്ക് ഒരു മുമ്പിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന പല ടൂളുകൾ. നമ്മൾ ഇന്ന് കാണുന്ന ടൂളിനെക്കാട്ടിയും ഡെയിലി അല്ലെ മന്ത്ലി ഒരുപാട് അപ്ഡേഷൻ വരുന്നുണ്ട്. നമ്മളൊരു ടൂളിൽ നമുക്ക് ആ ഒരു കാര്യം നടന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആ ടൂള് പിന്നെ തിരിഞ്ഞു നോക്കാതിരിക്കേണ്ട കാര്യമില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ അതിനെ റിസർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുതിയ വെർഷൻ വരുമ്പോൾ മറ്റുള്ളതിനെക്കാട്ടിയും നല്ലതുപോലെ അടുത്തതിൽ വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കിയത്
എഡ്ടെക് ടൂളായിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ടീച്ചേഴ്സിന് മാത്രം ഫോക്കസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള 2 ടൂളുകളെ കുറിച്ചാണ്. അതും അല്ലാതെ നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് ടൂളുകളുടെ പേരും നമ്മൾ നോക്കിയായിരുന്നു. ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊന്നും ചെയ്യാൻ പറ്റാത്തത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഈ ടൂളുകൾ. അപ്പോൾ നമുക്കെല്ലാം കൂടെ കാണിച്ചു തരാനുള്ള ടൈം കുറവുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, 2 ടൂളേ ഇതിൽ നോക്കിയിട്ടുള്ളൂ. ഇതും എന്ത് ചെയ്യുന്ന നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ല ടൂളുകളാണ്. ഇതുവരെ നമ്മൾ നോക്കിയ ടൂളുകളിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക. ഞങ്ങൾ മാക്സിമം അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കുറച്ച് കണ്ടൻറ് ക്രിയേഷൻ ടൂളുകളെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.